ഇനി എങ്ങനെയാ അവസരങ്ങൾ പറയുന്നത് കരുതിയില്ല. ഞാൻ ഇന്ന് വരാൻ ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ ഞായറാഴ്ച ദിവസം നമ്മൾ മ്യൂസിക് തെറാപ്പിയുടെ പല ഭാഗങ്ങൾ, പല പഠനങ്ങൾ നമ്മൾ നടത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം മ്യൂസിക് തെറാപ്പി എന്ന തലത്തിൽ നിന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാമെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ 40 എപ്പിസോഡുകളിലൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ ഇന്നത്തെ ദിവസം രണ്ട് പ്രിയപ്പെട്ടവരെ നമ്മൾ അനുസ്മരിക്കുകയും കൂടി ചെയ്യാണ്. KPSC സുലോചനയും അതുപോലെ തന്നെ കണ്ണൂർ അപ്പൊ ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ജോസഫ് ജോൺ സാറിനോട് ചേർന്ന് ഇന്നത്തെ മ്യൂസിക് തെറാപ്പിയിൽ പങ്കെടുക്കാം. നമ്മളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാർ. സർവേശ്വരന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാവു കേരളം സാറിനും പുതിയ അതിഥിക്കും ഉലഹന്നാൻ സാറിന്റെ കൊച്ചുമാനും ഉണ്ട്. സാറിനും ഉലഹന്നാൻ സാറിനും സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുസ്ഥാനികർക്കും സുഹൃത്തുക്കൾക്കും പാട്ടുകാർക്കും കൂട്ടുകാർക്കും ഒക്കെ സ്വാഗതം, നമസ്കാരം. നമുക്ക് ആരംഭിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് ഹാജരാകാൻ സാധിച്ചില്ല. ഈ ആഴ്ചയും എങ്ങനെ അവധിയെടുക്കും എന്ന് പറഞ്ഞു വിചാരിച്ചാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നല്ല സുഖം ഇല്ലായിരുന്നു, പക്ഷെ ഫീലിംഗ് ബെറ്റർ നാവും. അതുകൊണ്ടാണ് ഞാൻ വരാമെന്ന് വിചാരിച്ചത്. പ്രിയമുള്ളവരെ, മാനസിക സംഘർഷം, മാനസിക ആരോഗ്യം, ഇത് രണ്ടും നമ്മുടെ ആധുനിക ജീവിത കാലത്ത് മനുഷ്യരെ തുറിച്ചു നോക്കുന്ന രണ്ട് വെല്ലുവിളികൾ തന്നെയാണ്, അല്ലെ? അത് കൂടിക്കൂടി വരികയാണ്. ജീവിത സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച്, ലോകം മാറുന്നതനുസരിച്ച് മാനസിക സംഘർഷവും മാനസിക ആരോഗ്യവും നമ്മുടെ ആരോഗ്യത്തെ, വെൽബീയിങ്ങിനെ ബാധിക്കുന്ന വെല്ലുവിളികളായി മാറിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോ നമുക്ക് നിലവിലുള്ള വൈദ്യശാസ്ത്ര സംവിധാനങ്ങൾ പോരാ ഇതിനെ നേരിടുവാനായിട്ട്. അതുകൊണ്ട് പുതിയ മേഖലകൾ തേടിക്കൊണ്ടിരിക്കുന്ന യാത്രികർ മ്യൂസിക് തെറാപ്പി വലിയൊരു ആശ്വാസമാണ്, വലിയൊരു ടൂളായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മ്യൂസിക് തെറാപ്പിയുടെ ഉപയോഗം, the power of music may just be the key to alleviating your worries. എന്താണ് ഈ മാനസിക സംഘർഷത്തിനും മാനസിക അനാരോഗ്യത്തിനും കാരണം ഉണ്ടാക്കുന്നത്? വറീസ് ആണ് പ്രധാനം, അല്ലെ? കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വറീസ് ആണ്. അപ്പോൾ ആ വറീസിനെ കുറയ്ക്കുവാൻ, അലീവിയേറ്റ് ചെയ്യുവാൻ മ്യൂസിക്കിന് കഴിവുണ്ട് എന്നുള്ളതാണ് മ്യൂസിക് തെറാപ്പിക്ക് ഇവിടെ വളരെ പ്രാധാന്യമുണ്ടെന്ന് പറയാൻ കാരണം. സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിൽ മ്യൂസിക് തെറാപ്പി വളരെ എഫക്റ്റീവാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. മനസ്സിന്റെ ആന്തരികവും ബാഹ്യവുമായ ഭാവങ്ങൾ നമുക്കറിയാം. ഇത് ഈഗോ, സൂപ്പർ ഈഗോ, ഇതെല്ലാം, അല്ലേ? അതുപോലെ വൈകാരിക സംഘർഷങ്ങൾ അടിച്ചമർത്താൻ സംഗീതത്തിലെ സ്വരസഞ്ചാരങ്ങൾക്ക് സാധിക്കും. വൈകാരിക സംഘർഷങ്ങൾ, ഇമോഷണൽ സംഘർഷങ്ങളുണ്ടല്ലോ, വൈകാരിക സംഘർഷങ്ങൾ, ചലഞ്ചസ്, അതിനെ വൈകാരിക സംഘർഷങ്ങളെ അടിച്ചമർത്താൻ സംഗീതത്തിന്റെ സ്വരസഞ്ചാരങ്ങൾക്ക് കഴിയും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതാണ് മ്യൂസിക് തെറാപ്പി സ്ട്രെസ് റിലീവ് ചെയ്യുവാനായിട്ട് ഉപയോഗിക്കാൻ കാരണം. ട്രാൻസ്ഫോർമേറ്റീവ് എഫക്ട്സ് ഓഫ് മ്യൂസിക് ഓൺ അവർ മെന്റൽ വെൽബീയിങ്. എങ്ങനെയാണ് ട്രാൻസ്ഫോർമേറ്റ് ചെയ്യാൻ പറ്റുന്നത്, പരിവർത്തനം ചെയ്യുവാൻ സാധിക്കുന്നു? നമ്മുടെ മനസ്സിന്റെ വെൽബീയിങ്ങിനെ പരിവർത്തനം ചെയ്യുവാനുള്ള കഴിവ് മ്യൂസിക്കിനുണ്ട്. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ് മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരങ്ങൾ എന്ന് പറയാമോ? നല്ല പാട്ട് കേൾക്കുമ്പോൾ എന്താണ് ഉണ്ടാകുക? ഒരു
ഡീപ്പ് റിലാക്സേഷൻ ഉണ്ടാവും. റിലാക്സേഷൻ ഉണ്ടാകും, ഒരു സൂത്തിങ് ഉണ്ടാകും, ഒരു സാന്ത്വന ടച്ച് ഉണ്ടാകും, അല്ലെ? നമ്മളൊന്ന് തണുപ്പിക്കുന്നു. നല്ല സംഗീതം, നല്ല ഡിസ്ട്രെസ് ആയിരിക്കുന്ന സമയത്ത് അതങ്ങോട്ട് കൊടുത്തു നോക്കും, നമ്മുടെ മനസ്സ് ശാന്തമാകുന്നത് കാണും, സാന്ത്വനം ലഭിക്കുന്നതായിട്ട് കാണും. അപ്പോൾ നമ്മുടെ മനസ്സിനെ പരിവർത്തനപ്പെടുത്തുവാൻ, മനസ്സിന്റെ അവസ്ഥയെ പരിവർത്തനപ്പെടുത്തുവാൻ മ്യൂസിക്കിനുള്ള കഴിവ്. ഒന്ന്, ഡിസ്ട്രെസ്സിലായിരിക്കുമ്പോൾ നമ്മളെ സാന്ത്വനപ്പെടുത്താൻ സാധിക്കും. നമ്മുടെ മൂഡ് ചേഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞു. മൂഡ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ സംഗീതം നമ്മുടെ മൂഡ് മോശമാക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് ബൂസ്റ്റ് അവർ മൂഡ്. നമ്മുടെ മൂഡിനെ ബൂസ്റ്റ് ചെയ്യുവാൻ സംഗീതം ഉപകരിക്കുന്നുണ്ട്. ഫോസ്റ്ററിങ് റെസിലിയൻസ്. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ അറിയാം, നമുക്ക് ഒരു അജിറ്റേറ്റഡ് മൂഡിൽ നിന്നും അല്ലെങ്കിൽ ഒരു വേണ്ടാത്ത അവസ്ഥയിൽ നിന്നും തിരിച്ചു വരാനുള്ള കഴിവ്, അല്ലേ? പൂർവസ്ഥിതി പ്രാപിക്കാനുള്ള റെസിലിയൻസ് പവർ, അത് വളർത്തുന്നു മ്യൂസിക്. പോട്ടെ, അതിൽ നിന്ന് നമുക്ക് പതുക്കെ പതുക്കെ വരാം എന്ന് മ്യൂസിക് നമ്മളോട് പറയും. മ്യൂസിക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ, അന്തരാത്മാവിൽ അത് പറഞ്ഞു തരും. അപ്പോൾ റെസിലിയൻസ് ഉപയോഗിക്കാം. ദെൻ റീവൈറ്റലൈസിങ് അവർ കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. നമ്മുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എല്ലാം, ചിന്ത, റീസണിങ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റീവൈറ്റലൈസ് ചെയ്യുവാൻ മ്യൂസിക്കിന് കഴിവുണ്ട്. ഒന്ന് പറഞ്ഞു, ഇറ്റ് ക്യാൻ സൂത്ത് അവർ സോൾ ഇൻ ടൈംസ് ഓഫ് ഡിസ്ട്രെസ്, then boost our mood, then foster resilience, then revitalize our cognitive functions, brain functions. Music therapy might be the life-enhancing experience everyone needs to dance past their stresses. Stresses എല്ലാം വിട്ടുകളയും. സ്ട്രെസ്സസ് എല്ലാം വിട്ടുകളഞ്ഞ് നമ്മളെ ഡാൻസ് ചെയ്യിപ്പിക്കുവാൻ, നമ്മുടെ ലൈഫ് എൻഹാൻസ് ചെയ്യിപ്പിക്കുന്ന എക്സ്പീരിയൻസ് നൽകുവാൻ നമ്മളെ സഹായിക്കും മ്യൂസിക്, അല്ലേ? നമുക്ക് അതിലേക്ക് കൂടുതൽ അല്പം കൂടെ ചിന്തിച്ചതിന് ശേഷം നമ്മുടെ മറ്റ് പാട്ട് വിശേഷത്തിലേക്ക് കടക്കാം. ന്യൂമറസ് സ്റ്റഡീസ് ഹാവ് ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ലിസണിംഗ് ടു മ്യൂസിക് ക്യാൻ ബി എഫക്റ്റീവ് ടൂൾ ഫോർ റെഡ്യൂസിംഗ് സ്ട്രെസ്. പറഞ്ഞത് തന്നെയാണ്, സ്ട്രെസ് കുറയ്ക്കാൻ നല്ലൊരു ടൂളാണ് മ്യൂസിക് തെറാപ്പി എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. എന്താണ് മ്യൂസിക് ഹാസ് ദ പവർ ടു, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ഇവോക്ക് അവർ ഇമോഷൻസ്. നമ്മുടെ വികാരങ്ങളെ ഇവോക്ക് ചെയ്യാൻ കഴിയും, ട്രിഗർ ചെയ്യാൻ, ഉണർത്താൻ കഴിയും. ഇറ്റ് ക്യാൻ റിലാക്സ് അവർ മൈൻഡ്. നേരത്തെ പറഞ്ഞു, പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കും. ഇറ്റ് ക്യാൻ റിലാക്സ് അവർ മൈൻഡ്. ചേഞ്ച് ബ്രെയിൻ ഫങ്ഷൻ, അല്ലെ? കോഗ്നിറ്റീവ് ഫങ്ഷൻസ് കൂട്ടുമെന്ന് പറഞ്ഞു, കോഗ്നിറ്റീവ് ഫങ്ഷൻസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു, റീവൈറ്റലൈസ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇമോഷൻസിനെ ഇവോക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിനെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമ്മുടെ ബ്രെയിൻ ഫങ്ഷനെ ഫോസ്റ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇതെല്ലാം നമ്മളെ എങ്ങോട്ടാണ് എത്തിക്കുക? ലീഡിങ് ടു എ സിഗ്നിഫിക്കന്റ് റിഡക്ഷൻ ഇൻ സ്ട്രെസ് ലെവൽസ്. സ്ട്രെസ് ലെവൽസ് കുറയ്ക്കാനാണ് ഈ കാര്യങ്ങളെല്ലാം അൾട്ടിമേറ്റ്ലി അല്ലെങ്കിൽ സൈമൾട്ടേനിയസ്ലി ഇത് ചെന്നെത്തുന്നു. ചിലപ്പോൾ ഈ ഘടകങ്ങളെല്ലാം, പാട്ട് കേൾക്കുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾ എത്തപ്പെടുന്ന ഒരു അവസ്ഥയെന്ന് പറയുന്നത് സ്ട്രെസ് ലെവൽ കുറയ്ക്കുന്ന ഒരു അവസ്ഥയിലേക്കാണെന്ന് പറയും. ഹൗ മ്യൂസിക് റെഡ്യൂസസ് സ്ട്രെസ്. എങ്ങനെയാണ് മ്യൂസിക് സ്ട്രെസ് റെഡ്യൂസ് ചെയ്യുന്നത്? നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് സ്ട്രെസ് ആൻഡ് മ്യൂസിക് അതിനെ കുറിച്ചാണ്. Music has a remarkable ability to soothe our minds and relieve the burdens of stress. It offers a powerful outlet for expressing emotions and serves as a source of comfort during challenging times. വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത്, സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത്, അത് സ്ട്രെസ് ഇങ്ങനെ പിടിച്ചു വെച്ചിരുന്നാലാണ് കുഴപ്പം, അല്ലേ? That has to be released. ഏതെങ്കിലും വിധം അത് പുറത്തേക്ക് പോകും. അപ്പോൾ സംഗീതം ഇവിടെ ഒരു ഉപകരണമായിട്ട് വരുന്നു. എന്താണ്? ഇറ്റ് ഓഫേഴ്സ് പവർഫുൾ ഔട്ട്ലെറ്റ് ഫോർ
എക്സ്പ്രസിങ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാതിരിക്കുമ്പോഴാണ് സ്ട്രെസ് കൂടുക, അല്ലെ, വൈകാരിക സംഘർഷത്തിൽപ്പെടുന്നത്. അപ്പോൾ പാട്ടിലൂടെ, പാട്ട് കേൾക്കുന്നതിലൂടെ, പാട്ട് പാടുന്നതിൽ ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്നതിനെ എക്സ്പ്രസ് ചെയ്യാൻ, അല്ലേ, ആൻഡ് സെർവ്സ് ആസ് എ സോഴ്സ് ഓഫ് കംഫർട്ട്. നമുക്ക് വെല്ലുവിളികൾ നേരിടുന്ന സമയത്ത് ഒരു ആശ്വാസം, ഒരു കംഫർട്ട്, ഒരു സൂത്തിങ്, ഒരു എഫക്റ്റ് നൽകുന്നതായിട്ട് സംഗീതം മാറുകയാണ്. അതുകൊണ്ടാണ് മ്യൂസിക് തെറാപ്പിക്ക് സ്ട്രെസ് കുറയ്ക്കുവാൻ അല്ലെങ്കിൽ സ്ട്രെസ്സിന്റെ ട്രീറ്റ്മെന്റിൽ വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ഹാസ് എഫക്റ്റ് ഓൺ ബോത്ത് ഇമോഷൻസ് ആൻഡ് ദ ബോഡി. നമ്മുടെ ഇമോഷൻസിന് വൈകാരിക തലത്തിൽ മാത്രമേ, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയും അതനുസരിച്ച് അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി നമ്മൾ സൂത്ത് ആവുകയാണ്, നമ്മുടെ ശരീരവും അതനുസരിച്ച് കാമാവുകയാണ്, അല്ലേ. ചലഞ്ചിങ് സിറ്റുവേഷനിലാണെങ്കിൽ അവിടെ നമ്മൾ അജിറ്റേറ്റഡ് മോഡിലൊക്കെ ആണെങ്കിൽ പോലും മ്യൂസിക് നമ്മളെ കാമാക്കുന്നു, ഒരു നല്ലൊരു ലെവലിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ്. ഇമോഷൻസും ബോഡിയെ അത് അഫക്റ്റ് ചെയ്യും. ഫീൽ മോർ അലേർട്ട് ആൻഡ് കോൺസെൻട്രേറ്റ് ബെറ്റർ. പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുകയല്ല ചെയ്യുന്നത്, നമ്മൾ മോർ അലേർട്ട് ആവുകയും നമ്മളിപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, ആസ് വി ലിസൺ ടു കാമിങ് മ്യൂസിക് പലതരത്തിലുണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, പലതരത്തിലുണ്ട്. കാമിങ് മ്യൂസിക് ആണെങ്കിലോ, whether it be soft piano melodies or tranquil nature sounds, ഇങ്ങനെയുള്ള കാമായിട്ടുള്ള ശാന്തമായിട്ടുള്ള സംഗീതമാണെങ്കിൽ എന്താണ്, യു മേ നോട്ടീസ് എ ഗ്രാജുവൽ ഷിഫ്റ്റ് ഇൻ യുവർ ഇമോഷണൽ സ്റ്റേറ്റ്. നമ്മുടെ വൈകാരിക അവസ്ഥയിൽ ഒരു ഗ്രാജുവൽ ഷിഫ്റ്റ് ഉണ്ടാകുന്നത് കാണാം. ഇങ്ങനെ സൂത്തിങ് മ്യൂസിക് ആണെങ്കിൽ, ശാന്തമായ സംഗീതമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് നമുക്ക് സംഭവിക്കുക? അവർ ബ്രീത്തിങ് സ്റ്റഡി ആവും. ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ബ്രീത്ത് ആയിരിക്കാം, അത് becomes steady. ടെൻഷൻ dissipates from your muscles. നമ്മുടെ മസിൽസിൽ നിന്നൊക്കെ അത് റിലീസ് ചെയ്യപ്പെടുകയാണ് ടെൻഷൻ. ആൻഡ് എ സെൻസ് ഓഫ് കാം വാഷസ് ഓവർ യു. ഓക്കെ, ഞാൻ പറയാം സാറേ. ഓക്കെ, music engages with our emotions and triggers psychological responses that help counteract stress. സ്ട്രെസ്സിനെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ സ്ട്രെസ്സിനെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള എഫക്റ്റ് ഉണ്ടാക്കും. Music engages with our emotions and triggers psychological responses that help counteract stress. സ്ട്രെസ്സിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ എതിർക്കുക അല്ലെങ്കിൽ ദുർബലപ്പെടുത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. 60 beat per minute can use the brain to synchronize with the beat. നമ്മുടെ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് 60 BPM, 60 beat per minute ഉള്ള മ്യൂസിക് ആണെങ്കിൽ അതിന് നമുക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ബ്രെയിൻ വേവ്സ്, ആൽഫ ബ്രെയിൻ വേവ്സ് അസോസിയേറ്റഡ് ആണെന്ന് പറയും. നമുക്ക് അതൊന്ന് കേൾക്കാം. 60 beat per minute. സാർ ഇപ്പോൾ ഇട്ടതല്ല. ഇത് നേച്ചറിന്റെ. ഇത് നേച്ചറിന്റെ മ്യൂസിക്കാണ്. ശാന്തമായി ഒഴുകുന്ന അരുവി, അല്ലേ, അതുപോലെ പ്രകൃതിയിലെ ശബ്ദം. 60 beat per minute ഉള്ള
സംഗീതമാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സംഗീതം കേൾക്കുന്നത്, ശ്രവിക്കുന്നത്, ഇതൊക്കെ നമുക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ് കേട്ടോ. അങ്ങനെ 60 ബീറ്റ് പെർ മിനിറ്റ് ബ്രെയിൻ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ കിട്ടും. അങ്ങനെയുള്ളത് എന്ത് ചെയ്യുന്നു? സിങ്ക്രണൈസ് വിത്ത് ദ ബീറ്റ്. നമ്മുടെ ബോഡിയും നമ്മുടെ ഹാർട്ടും ഒക്കെ സിങ്ക്രണൈസ് ചെയ്ത് മാറുന്നു വിത്ത് ദ ബീറ്റ്, ലീഡിങ് ടു ആൽഫ ബ്രെയിൻ വേവ്സ് അസോസിയേറ്റഡ് വിത്ത് റിലാക്സേഷൻ ആൻഡ് കോൺഷ്യസ്നസ്. ഈ ആൽഫ ബ്രെയിൻ വേവ്സ് എന്തുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? റിലാക്സേഷൻ ആൻഡ് കോൺഷ്യസ്നസ്, അവയർനെസ്, ഒരു ബോധം, അല്ലെ? ഉയർന്ന ബോധതലത്തിൽ നമ്മളെ ഇരുത്തുന്നു, റിലാക്സ് ചെയ്യുകയും ചെയ്യുന്നു. ഇൻ അതർ വേർഡ്സ്, വെൻ വി ലിസൺ ടു കാമിംഗ് മ്യൂസിക് വിത്ത് സ്ലോ ടെമ്പോ, ഇതിൽ ടെമ്പോ സ്ലോ ആണ്, അവർ ബ്രെയിൻസ് ഫോളോ സ്യൂട്ട്. നമ്മുടെ ബ്രെയിൻസ് എന്ത് ചെയ്യുന്ന ഒന്ന് സമരസപ്പെടും, അല്ലെ? ചേർച്ചയിലാവും എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഒരു ശാന്തത, ഒരു സമാധാനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് സമരസപ്പെടുക എന്നുള്ളത്. ടു സ്യൂട്ട്, ക്രിയേറ്റിംഗ് ആൻ എൻവയറൺമെന്റ് കണ്ടൂസീവ് ടു റെഡ്യൂസിങ് സ്ട്രെസ് ലെവൽസ്. സ്ട്രെസ് ലെവൽസ് അവിടെ കുറയുകയാണ് ചെയ്യുക. സ്പെസിഫിക് എഫക്ട്സ് ഇറ്റ് ഹാസ് ഓൺ ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. അപ്പോൾ ഹാർട്ട് റേറ്റിന് എന്താണ് സംഭവിക്കുക? നമ്മൾ വല്ല തട്ടുപൊളി പാട്ടുകൾ കേൾക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടുകയല്ലേ ചെയ്യും. നമ്മൾ കൂടുതൽ ലിസണിങ് ടു മ്യൂസിക് ആൻഡ് ലോവർ കൊളസ്ട്രോൾ, അതിലേക്ക് വരാം. In a comprehensive 2013 review by Frontiers in Psychology, it was found that listening to music can lower cortisol levels. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. കോർട്ടിസോൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? അഡ്രിനൽ കോർട്ടക്സ് ഹോർമോണാണ്, അല്ലെ? ഒരു ഹോർമോണാണ്. അത് സ്ട്രെസ് ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. സ്ട്രെസ് ഹോർമോണിനെ നിയന്ത്രിക്കുവാനായിട്ട് ലിസണിങ് ടു മ്യൂസിക് സാധിക്കും. മനസ്സിലായി? ബയോളജിക്കൽ മാർക്കർ ഓഫ് സ്ട്രെസ് ബൈ 61%. കേട്ടോ, 61% വരെ അത് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. കോർട്ടിസോൾ ലെവൽ കുറയ്ക്കും. പിന്നെ 60 beats per minute മ്യൂസിക് ക്യാൻ കോസ് ബ്രെയിൻ ഫ്രീക്വൻസീസ് ടു ഷിഫ്റ്റ് ടുവേർഡ്സ് റിലാക്സ്ഡ് ആൽഫ വേവ് പാറ്റേൺസ്. അത് നമ്മളിപ്പോൾ മ്യൂസിക് കേട്ടപ്പോൾ മനസ്സിലായാണ്. അപ്പൊ നമുക്കൊരു ബ്രെയിൻ മ്യൂസിക് കൂടെ കേൾക്കാം. വളരെ ശ്രദ്ധയോടെ കണ്ണടച്ചിരുന്ന് കേട്ടാലും മതി. ഓക്കെ, കേട്ടത് ഓം ചാറ്റിംഗ് തന്നെയാണ്. ഓം എന്ന പ്രണവധ്വനി ഏതൊരാളിൻ്റെയും കോശങ്ങൾക്ക് ത്വക്കിന് ഗുണം ചെയ്യുമെന്നാണ്. നമ്മുടെ സെൽസിന് വരെ അതിൻ്റെ ഒരു ഗുണം എത്തുന്നു, നമ്മുടെ സ്കിന്നിലെത്തുന്നു. ഓരോ ദിവസവും 5 മിനിറ്റ് വീതം തുടർച്ചയായി 2 ആഴ്ച ഓം ഉച്ചരിക്കുന്നത് ആരോഗ്യത്തിന് ഗുണമാണ്. ഓരോ ദിവസവും 5 മിനിറ്റ്സ് വീതം തുടർച്ചയായി 2 ആഴ്ച. പുലർകാലത്ത് താമ്പൂരു ശബ്ദത്തിന്റെ പശ്ചാത്തലത്തിൽ ഓം എന്ന് ഉച്ചരിക്കുന്നത് ശ്വാസകോശങ്ങൾക്ക്, അതുപോലെ തന്നെ മൂലാധാര ചക്ര, നാഭി എന്നീ ഭാഗങ്ങൾക്കും ആരോഗ്യത്തെ നൽകുന്നു എന്നും തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓമിന്റെ പ്രാധാന്യം, ഓം പ്രണവധ്വനി, അല്ലേ? അതിന്റെ പ്രാധാന്യം നമ്മൾ ഭാരതീയർക്ക് അറിവുള്ളതാണ്. അത് എത്രമാത്രം നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട, അല്ലെ? ഇന്നിപ്പോ നമ്മൾ ഈ ബ്രെയിൻ മ്യൂസിക് കേട്ടതും പ്രണവ മന്ത്രം തന്നെയാണ്. When we experience stress or anxiety, our cardiovascular system responds by accelerating our heartbeat. സ്ട്രെസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട്, അല്ലെ? ബ്ലഡ് BP ലെവലും കൂടുന്നു. അപ്പോ
എന്നാൽ however listening to relaxing music can help counteract these psychological responses. ഇങ്ങനെ സംഭവിക്കുമെങ്കിലും റിലാക്സിംഗ് മ്യൂസിക് കേൾക്കുന്നത് അതിനെ നിയന്ത്രിക്കാൻ നമ്മളെ സഹായിക്കുന്നു. സ്റ്റഡീസ് ഹാവ് ഷോൺ ദാറ്റ് ലിസണിംഗ് ടു കാമിംഗ് മ്യൂസിക് ക്യാൻ ഇൻഡ്യൂസ് എ റിലാക്സേഷൻ റെസ്പോൺസ് ഇൻ അവർ ബോഡീസ്, ലീഡിംഗ് ടു എ ഡിക്രീസ് ഇൻ ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. ഹാർട്ട് റേറ്റും ബ്ലഡ് പ്രഷറും അതിൻ്റെ ലെവൽസ് ശാന്ത സംഗീതം കേൾക്കുന്നതുകൊണ്ട് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അനുഭവം ഉണ്ട്, അല്ലെ? പഠനങ്ങളും അങ്ങനെ തന്നെ ആണ് ശരിവയ്ക്കുന്നത്. ഓക്കെ, നമുക്കത് ശാന്തത, നിർവൃതിയൊക്കെ തരികയും ചെയ്യും. The soothing melodies and comforting rhythms have the power to, അതിനുള്ള പവർ ഉണ്ട്. എന്താണ്? To slow down our heart rate. അതുകൊണ്ടാണ് എന്താണ് നമുക്കുണ്ടാകുക? enabling us to achieve a state of tranquility. To achieve a state of tranquility എന്ന് പറഞ്ഞാൽ ഒരു നിർവൃതിയുടെ, ഒരു ശാന്തതയുടെ, സമാധാനത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് വരുവാൻ സാധിക്കും. ഓക്കെ, നമുക്ക് ഇതൊക്കെ ചെയ്യാവുന്നതാണ്. നമ്മൾ ഒരു ക്വയറ്റായിട്ട് ഒരു റൂമിൽ ഇരിക്കുന്നതായിട്ടും, അല്ലെ, ഇതുപോലുള്ള പാട്ടുകൾ, ബ്രെയിൻ റിലാക്സിങ് സോങ്സ് കേട്ടുകൊണ്ടിരിക്കുന്നതും അല്ലെങ്കിൽ ഓം ചാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ലിസണിംഗ് ടു കാമിംഗ് മ്യൂസിക് ക്യാൻ ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് എഫക്റ്റ് ഓൺ അവർ ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ. അത് പറഞ്ഞ കാര്യമാണ്. ഇറ്റ് ക്യാൻ ഇൻഡ്യൂസ് എ റിലാക്സേഷൻ റെസ്പോൺസ് ടു ഇൻ അവർ ബോഡീസ്. അപ്പോൾ മനസ്സിലുണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലേക്കും അതിൻ്റെതായിട്ടുള്ള ശാന്തത നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ലീഡിംഗ് ടു എ ഡിക്രീസ് ഇൻ ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ ലെവൽസ്. ദ സൂത്തിങ് മെലഡീസ് and comforting rhythms of music create a calm and steady environment, allowing our cardiovascular system to find balance and promote overall well-being. Cardiovascular system തന്നെ ഒന്ന് ബാലൻസ്ഡ് ആകുമ്പോൾ, നല്ല വേണ്ട രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ് നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിന്, അല്ലെങ്കിൽ സമഗ്രമായ ആരോഗ്യത്തിന്, ശരീരത്തിന്റെ ആരോഗ്യത്തിന് വളരെ ഉപയോഗം. ശാന്ത സംഗീതം മാക്സിമം കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ മ്യൂസിക് തെറാപ്പിയിലെ മെസ്സേജ്. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഈ ഇപ്പോൾ പറഞ്ഞ വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് അടുത്ത പാട്ട് വിശേഷത്തിലേക്ക് കിടക്കാം. ഇപ്പോ സംഗീതത്തിന്റെ അപാരമായ കഴിവുകൾ, അല്ലെ, അതേക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓരോന്നും കേൾക്കുമ്പോൾ സംഗീതം മാത്രമല്ല, നാദം, ശബ്ദം, സൗണ്ട്, അതിൻ്റെ അത്ഭുതകരമായ സവിശേഷത എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ പാട്ടുവിശേഷത്തിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് വളരെ ലളിതമായിരുന്നതുകൊണ്ട് ചോദ്യങ്ങളൊന്നും ഇല്ലാതെ ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിലും ഇങ്ങനെ ചോദ്യങ്ങൾ പലരും ചോദിക്കാറില്ല. അങ്ങനെയും കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇന്ററാക്റ്റീവ് സെഷനാക്കി നമുക്ക് മാറ്റുന്നതാണ് നല്ലത്. ഇന്നിപ്പം ഞാൻ നിങ്ങൾ കൂടുതൽ സംസാരിക്കുമെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇന്ന് ക്ലാസ്സിന് തയ്യാറായത് തന്നെ. ഓക്കെ, നമുക്ക് അടുത്ത പാട്ടുവിശേഷത്തിലേക്ക് കിടക്കാം. അതിൽ എല്ലാവരുടെയും പാർട്ടിസിപ്പേഷൻ സജീവമായി ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്കിന്ന് പാട്ടുവിശേഷത്തിൽ 2 വ്യക്തികളെ, അതായത് ഈ മാസം പിരിഞ്ഞു പോയ അന്തരിച്ച 2 പ്രതിഭകളെയാണ് നമ്മളിന്ന് അനുസ്മരിക്കുക. ഒന്ന് എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല സാർ, ഇവിടെ പറഞ്ഞ ഞാൻ കേട്ടു. ഓക്കെ, ശരി. അപ്പൊ നമുക്ക് ആദ്യത്തെ ആ ഒരു പ്രതിഭ ആരാണ്? നിങ്ങൾ പടത്തിൽ കാണുന്നുണ്ട്, അണ്ണൂർ രാജൻ എന്ന് പറയും, സംഗീത സംവിധായകൻ. മലയാള ചലച്ചിത്ര ലോകത്തെ അതുല്യനായ സംഗീത സംവിധായകൻ തന്നെയാണ് അണ്ണൂർ രാജൻ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഗൃഹാതുരത്വം നമ്മിൽ ഓടിയെത്തും.
ധാരാളം പാട്ടുകൾ അപ്രകാരം ഉള്ള പാട്ടുകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 1949 ജൂൺ 24 കണ്ണൂർ ജില്ലയിൽ എടക്കാട് എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. കണ്ണൂർ രാജനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു പാവം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ ദരിദ്ര കുടുംബം എന്നൊക്കെ പറയാം, കുടുംബത്തിലാണ് ജനിച്ചത്. വളരെയധികം ദുരിതങ്ങൾ താണ്ടിയാണ് ചലച്ചിത്ര രംഗത്തെത്തിയതെന്ന് അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്നു. മിസ്റ്റർ സുന്ദരൻ എന്നുള്ള ആദ്യ ചിത്രം, ഒത്തിരി ഗാനങ്ങൾ, മനോഹര ഗാനങ്ങൾ. അത് കേൾക്കുമ്പോഴായിരിക്കും ഇത് കണ്ണൂർ രാജനാണോ ചെയ്തതെന്ന് നമ്മൾ വിചാരിക്കുക. തുഷാരബിന്ദുക്കളെ നിങ്ങൾ എന്തിനു വേറൊരു ആ ഒരു പാട്ടില്ലേ, നിമിഷം സുവർണ്ണ നിമിഷം നാദങ്ങളായി നീ വരൂ, ഇളം മഞ്ഞിൻ കുളിരുമായൊരു. പിന്നെ ചിത്രം എന്ന സിനിമ വളരെയധികം പോപ്പുലാരിറ്റി നേടിയതാണ്. ആ ചിത്രത്തിലെ ആ സിനിമയിലെ കുറെ ഗാനങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പാടം പൂത്ത കാലം പാടാൻ വന്നു നീ, അല്ലേ? നമ്മൾ ആ പഴയ ലോകത്തേക്ക് പോകുന്നു. വീണ പാടു വീണം, അതും അതിലെ തന്നെയാണ് തോന്നുന്നത്. അങ്ങനെ കുറെ ഗാനങ്ങൾ, ഞാൻ ഏതായാലും ഗാനങ്ങളൊന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ഓർമ്മയിലേക്ക് വരുന്നു എന്ന് അറിയാൻ വേണ്ടി. കണ്ണൂർ രാജന്റെ പല ഗാനങ്ങളും ഒരു ദുര്യോഗം സംഭവിച്ചത് എന്താണെന്നറിയാമോ? മറ്റു സംവിധായകരുടെ പേരിലാണോ വന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു സിനിമ കണ്ട്, വിനീത് ശ്രീനിവാസനും ശ്യാമൊക്കെ അല്ല അനിയനും ഒക്കെ ഉള്ള സിനിമ. അതില് ഈ സിനിമയുടെ അകത്തളങ്ങളിലെ കഥകളാണ് പറയുന്നത്. അതൊരു ഇതുപോലെ ഒരു ക്യാരക്ടറുണ്ട്. അത് മോഹൻലാലിന്റെ മകൻ പ്രണവ് അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമാണ്. അദ്ദേഹം നല്ലൊരു സംഗീതജ്ഞനാണ്. സംഗീതം അദ്ദേഹം കൂട്ടുകാരന് പേരുണ്ടാകാൻ വേണ്ടി നല്ലൊരു പേരുള്ള സംവിധായകന്റെ പേരിൽ അത് പബ്ലിഷ് ചെയ്യുക ആ ഒരു സംഭവം. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഇത് കണ്ണൂർ രാജനെ കുറിച്ച് ഒന്ന് പഠിച്ചപ്പോ ആ ഒരു കഥ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. എന്നിട്ട് അദ്ദേഹത്തിനുണ്ടാകുന്ന ദുര്യോഗം ഒക്കെയാണ് ആ സിനിമയിൽ വരുന്ന ഒരു കുറെ കാര്യങ്ങളിൽ ഒരു കാര്യം മാത്രം. അപ്പോ അങ്ങനെ സംഭവിച്ചിരുന്നു എന്നുള്ളതിന് തെളിവായിട്ട് ഞാനത് കാണുകയാണ്. കാരണം ഒരു ചരിത്രപരമായിട്ടുള്ള ഒരു അന്വേഷണമാണ് അതിൽ വിനീത് നടത്തിയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഓക്കെ, 1995 ഏപ്രിൽ 7 കൊക്കരക്കോ എന്ന ചിത്രത്തിന് സംഗീത സംവിധാനം നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഹൃദയസ്തംഭനം മൂലം നമ്മുടെ ഈ കണ്ണൂർ രാജൻ എന്ന സംഗീത സംവിധായകൻ അന്തരിക്കുന്നത്. 46 വയസ്സ് മാത്രമായി. എന്ത് കഷ്ടം. ഭാര്യയും 3 മക്കളുമുണ്ട്. സംഗീത സംവിധായകൻ മാത്രമല്ല, നല്ലൊരു ഗായകനുമൊക്കെ ആയിട്ടുള്ള ശരത്, കണ്ണൂർ രാജന്റെ മരുമകൻ, കണ്ണൂർ രാജൻ എന്ന സംഗീത പ്രതിഭയുടെ സ്മരണയ്ക്ക് മുമ്പിൽ അദ്ദേഹത്തിന്റെ ചരമദിനം വരുന്ന ഈ മാസത്തിൽ മാറ്റിനി ഫ്രീ വെബിനാർ അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. നമുക്ക് ഒരു ആളെ കൂടി ഒന്ന് കേൾക്കണം. മറ്റാരുമല്ല, KPAC സുലോചൻ, മാവേലിക്കര കോട്ടയ്ക്കകത്ത് കുഞ്ഞിന്റെയും കല്യാണി അമ്മയുടെയും മകളായി 1938 ഏപ്രിൽ 10 ജനനം. കേരളത്തിലെ ജനകീയ ഗായികമാരിൽ ഒരാളാണെന്ന് നമുക്കറിയാം. സിനിമ, നാടക ഗാനങ്ങൾ ധാരാളം. സിനിമയിലും നാടകങ്ങളിലും അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരു തടിയൂർ ഗോപാലകൃഷ്ണനാണ്. KS ജോർജിനോടൊപ്പം പാടിയ കാലം മാറുന്നു എന്ന സിനിമയിലെ ഗാനം
ആ മലർ പൊയ്കയിലാടി കളിക്കുന്നു ഓമന താമരപ്പൂവേ. മാനത്തു നിന്നൊരു പൊൻകതിർ മാല നീ മാറിലേക്കാരേറിഞ്ഞു, മാറിലേക്കാരേറിഞ്ഞു. ആ ഒരു പാട്ട് കേട്ടിട്ടുണ്ടോ? അത് പാടിയിട്ടുള്ളത് കെ.എസ്. ജോർജിനോടൊപ്പം പാടിയ പാട്ടാണ്. ആമലർ പൊയ്കയിൽ ആടിക്കളിക്കുന്നത് ഓമനത്താമരപ്പൂവേ. മനോഹര ഗാനം. അത് യൂട്യൂബിൽ കേൾക്കാം. എത്ര കേട്ടാലും മതി വരാത്തൊരു ഗാനമാണ്. പല സിനിമകളില് നായികയായി. ആദ്യം ഈ നാടകത്തിൽ അല്ല, കാലം മാറുന്നു എന്ന സിനിമയിൽ സത്യന്റെ നായികയായിട്ട് അഭിനയിച്ചു എന്നുള്ളതാണ് KPSC സുലോചന. കാലം മാറുന്നു എന്നുള്ള സിനിമ 1955, പിന്നെ കൃഷ്ണകുചേല 61, അരപ്പവൻ 61, ഇങ്ങനെ പല സിനിമകളിൽ അഭിനയിച്ചു. 1975 കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടി. തിരുവനന്തപുരം ആകാശവാണിയിലെ ബാലലോകം പരിപാടിയിലൂടെയാണ് പ്രൊഫഷണൽ രംഗത്തേക്ക് വരുന്നത്. എൻ്റെ മകനാണ് ശരി എന്ന നാടകത്തിലൂടെ KPSCയിൽ വന്നു. മലയാളി ഒന്നടങ്കം ഏറ്റുപാടിയ എത്രയെത്ര പാട്ടുകൾ. ആ പാട്ടുകൾ നിങ്ങൾ ആലപിക്കും എന്ന് ഞാൻ കരുതുകയാണ്. തുമ്പപ്പൂ പെയ്യണ പൂനീലാവേ, ഏനു നെഞ്ചിലൊരിത്തിരി. അത് പാടാം. പിന്നെ വെള്ളാരം കുന്നിലെ, അങ്ങനെ എത്രയെത്ര പാട്ടുകൾ. അമ്പിളി അമ്മാവ, ബലികുടീരങ്ങളെ, മാൻകിടാവ്, ചെപ്പ് കിളിക്കണ ചെങ്ങാതി, തലയ്ക്ക് മീതെ പൊന്നരിവാൾ അമ്പിളിയിലെ, എന്തമ്മേ കൊച്ചുതുമ്പി തുള്ളാണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പാട്ടുകൾ. അതായത് മലയാളി തനിമ അല്ലെ ഉള്ള അനവധി പാട്ടുകളാണ് KPSC സുലോചന നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അത് മലയാളികൾ ഒന്നടങ്കം ഏറ്റുപാടുകയും ചെയ്തു, ഏറ്റുപാടിക്കൊണ്ടേയിരിക്കുക. ഇപ്പോഴും നമുക്കത് കേൾക്കാൻ പറ്റും. കുട്ടികൾ വരെ ആ പാട്ടുകൾ. KPSC സുലോചന എന്ന ഗായിക, ആ ഗായിക ഒരിക്കലും മരണമില്ല. കാരണം പാട്ടുകൾ മരിക്കുന്നില്ലല്ലോ. KPSC സുലോചനയുടെ ചരമദിനം ഏപ്രിൽ 17 ആയിരുന്നു. ആ ഓർമ്മ ദിവസത്തിനോടനുബന്ധിച്ച് മാറ്റിനി ഫ്രീ വെബിനാർ ഈ അനുഗ്രഹീത കലാകാരിയെ ഓർമ്മിക്കുന്നു. അവരുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. കണ്ണൂർ രാജൻ എന്ന പ്രതിഭയുടെയും KPSC സുലോചനയുടെയും ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം അതിനുശേഷം ഗാന ആലാപനത്തിലേക്ക് കിടക്കും. താങ്ക് യു സാറേ, ജോസഫ് സാർ സ്റ്റാർട്ട് ചെയ്യൂ. സ്റ്റാർട്ട് ചെയ്യൂ. ഏതാ? തലയ്ക്ക് മീതെ ശൂന്യാകാശം. മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി, തപസ്സു ചെയ്യും വേഴാമ്പൽ ഞാൻ, ദാഹജലം തരുമോ, ദാഹജലം തരുമോ. അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോ, അഴലിൻ പഞ്ചാഗ്നി നടുവിൽ അഞ്ചിന്ദ്രിയങ്ങളും പുകയുമ്പോ, തൊഴുകൈക്കുടം നീട്ടി ആത്മാവിലെ തിരി തീർത്ഥജലം തരുമോ, തീർത്ഥജലം തരുമോ. പോരെ, അടുത്തേക്ക് പോവാം സർ. ഇത് KPSC ലളിത അല്ല KPSC സുലോചനയുടെ ഗാനമാണ്. സാറേ, അടുത്തേക്ക് പോവാം.
ജോസഫ് സാറ് ഷെയർ ചെയ്തിരിക്കുക, ചെയ്യൂ. ഞാൻ എടുക്കുവാണ്, അത് ശരിയാകുന്നില്ലല്ലോ സാർ. എടുത്തു റൈറ്റ് സൈഡിൽ കാണും, റൈറ്റ് സൈഡിൽ ആ നടുക്കായിട്ട് കാണും, മുകളില്, അതിന്റെ മുകളില് ഇതല്ലേ? ഇത് രാജന്റെയാ. സാറ് തുടർന്നോളൂ. സാറ് തുടരണമെങ്കിൽ സാറ് ക്ലോസ് ചെയ്യണം. അയ്യോ, സ്റ്റോപ്പ് ഷെയർ. സാർ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്താൽ എനിക്ക് ചെയ്യാം. ചെയ്തില്ലേ? ഞാൻ ചെയ്യാം. കാണാമല്ലേ? അമ്പിളി അമ്മാവ. ഓക്കെ, പാടിക്കോളൂ. അമ്പിളി അവ താമര കുമ്പിളിലെന്തും കുമ്പിട്ടിരിപ്പാണോ മാനസെ കൊമ്പനാന. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട് കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനപ്പുറത്ത്. അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട്. പാവങ്ങളാണേലും ഞങ്ങള് പായസച്ചോറ് തരാം, പായസച്ചോറ് വേണ്ടാൽ ഞങ്ങള് പാടി ഉറക്കും. ആരും പാട്ടുകാരൊന്നും മുന്നോട്ട് വരുന്നില്ലല്ലോ. ആരൊക്കെയാ? അമ്പിളി അമ്മാവ താമര കുമ്പിളിലെന്തുണ്ട് പേടമകുഞ്ഞില്ലേ കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്. കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്. താമര കുമ്പിളുമായി അമ്മാവൻ താഴോട്ട് പോരില്ലേ. താമര കുമ്പിളുമായി അമ്മാവൻ താഴോട്ട് പോരാമോ. പാവങ്ങളാണേലും പായസ ചോറ് തരാം. അതങ്ങോട്ട് പോയി. അപ്പൂപ്പൻ താടി പോലെ നരച്ചോറ് തൊപ്പിയുള്ള അമ്മാവ. അപ്പൂപ്പൻ താടി പോലെ നരച്ചോറ് തൊപ്പിയുള്ള അമ്മാവ. സാറേ ഷെയറിങ് എനിക്കൊരു കാര്യം കൊണ്ടിരിക്കണം. പെണ്ണിൻ കയ്യിൽ നിന്നും ഉടയാത്ത കുപ്പി വളതരുമോ. അടുത്ത പാട്ട് കേൾക്കുന്നില്ല സാറേ? വെലികുടീരങ്ങളെ. വെലികുടീരങ്ങളെ വന്നു. ആരാ പാടുന്നത്? ഡോക്ടർ ഉണ്ടല്ലോ, സിദ്ധാർത്ഥ സാറ്. ഇല്ലെങ്കിൽ ഞങ്ങൾ കയറി പാടും. ഷേർലി മാഡം, ഉഷാകുമാരി. ആരും പാടിയില്ലെങ്കിൽ ഞങ്ങൾ പാടും. അതെ, ഭീഷണിയാണ്. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ സ്മരണകളിരമ്പും രണസ്മാരകങ്ങളെ. ഇവിടെ ജനകോടികൾ ചാർത്തുന്നു നിങ്ങളിൽ സമരപുളകങ്ങൾ തൻ സിന്ദൂരമാലകൾ. ബലികുടീരങ്ങളെ ഹിമഗിരി മുടികൾ കൊടികളുയർത്തി കടലുകൾ പടഹമുയർത്തി. ഹിമഗിരി മുടികൾ കൊടികളുയർത്തി കടലുകൾ പടഹമുയർത്തി. യുഗങ്ങൾ നീന്തി നടക്കും ഗംഗയിൽ പിരിഞ്ഞു താമരമുകുളങ്ങൾ. ഭൂപടങ്ങളിൽ ഒരു ഇന്ത്യ നിവർന്നു ജീവിതങ്ങൾ തുടലൂരിയെറിഞ്ഞു. ചുണ്ടിൽ ഗാഥകൾ കരങ്ങളിൽ ഈ പൂച്ചെണ്ടുകൾ പുതിയ പൗരനുണ. ബലികുടീരങ്ങളെ തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ. തുടിപ്പു നിങ്ങളിൽ
നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തിനിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരി നാളങ്ങൾ. അടുത്ത് പ്ലേ ചെയ്യ സാറ്. നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി, നിങ്ങൾ നിന്ന സമരാങ്കണ ഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്ന് ഞങ്ങൾ പല നാട്ടിൽ നിന്നും നിന്നിത പുതിയ ചെങ്കോടി ഏന്തി. ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ ബലികുടീരങ്ങളെ. ഓക്കെ, വെള്ളിക്കുടീരങ്ങളിലെത്തി. എത്തിച്ചു. ഞാനത് ഏറ്റുപാടുന്നില്ല എന്ന് വെച്ചു, കാരണം നമ്മുടെ സമയപരിമിതി കൊണ്ടാണ്. അതെ, ആരെങ്കിലും അടുത്ത ആളെ പാട്ട് പാടി ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണ് അയ്യയ്യ നല്ല കുന്നിക്കുരുമണിപ്പൻപാല, കുന്നിക്കുരുമണിപ്പന്മാല. ചെപ്പു കിലുക്കണ ചങ്ങാതി നിന്റെ ചെപ്പു തുറന്നൊന്നു കാട്ടൂലേ, മിന്നണതെന്താണ് range പോകുന്നു സാറേ, അയ്യയ്യ നല്ല കുന്നിക്കുരുമണിപ്പന്മാല. റേഞ്ച് പോകുന്നുണ്ട്. പിന്നെ എങ്ങനെ പാടാതിരിക്കും സാറേ? അവിടെ കേട്ടില്ലായിരിക്കും അല്ലേ? രമാവതി മാഡത്തിന്റെ നെറ്റ് ഇഷ്യൂ ആയിരിക്കും, ബാക്കി എല്ലാവർക്കും കേൾക്കാമെന്ന് എനിക്ക് തോന്നുന്നു. VP ജോർജ് സാറിനെ കണ്ടു പഠിക്കണം. ഇപ്പത്തെ പറഞ്ഞു പോലും ഇല്ല, ചാടി പാടി, അങ്ങനെ മടിച്ചു നിൽക്കരുത്. കേട്ടോ സാറേ? കേട്ടു. വീണ്ടും അദ്ദേഹം ഒരു ഉദാഹരണമായി മാറിയിരിക്കുകയാണ്, മാതൃകയായി മാറിയിരിക്കുകയാണ്. താങ്ക് യു ജോർജ് സാർ. അടുത്ത ഒരു പാട്ടും കൂടെ, അടുത്ത പാട്ടും കൂടെ പാടിക്കോ. തലയ്ക്കുമീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. അത് പാടിയതാണല്ലോ. ഓക്കെ, ഇനി കണ്ണൂർ രാജന്റെ പാട്ട് വരാനുണ്ട്, അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഇതും കൂടെ ഒരെണ്ണം കൂടെ. പൊന്നരിവാളം വിളിയിൽ കണ്ണെറിയുന്നോളെ, ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ. ആരാ കണ്ടിന്യൂ ചെയ്തേ? ഓക്കെ, അപ്പൊ നമുക്കിത് അവസാനിപ്പിക്കാം അല്ലെ? അടുത്തത് എടുക്കാം. ഇവിടെ പാടാതിരിക്കുന്ന എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഉഷാകുമാരി മാഡമുണ്ട്, എല്ലാവരും വേറെ പരിപാടികളിലാണ്. ബർസാദ് സാറുണ്ട്, ഷേർലി മാഡമുണ്ട്. എന്തായാലും ഈ പാട്ടിന്റെ ഭംഗി കൂട്ടാനായിട്ട് സാബു സാറിന്റെ ഈ മോഡേൺ ടെക്നോളജി അഡോപ്റ്റ് ചെയ്ത് വളരെ നന്നായി. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ പാട്ട് തപ്പി നടക്കണ്ടല്ലോ, പറയാനായിട്ടെങ്കിലും വലിയ ആശ്വാസം. മറ്റുള്ളവരോട് പങ്കെടുക്കണേ. അപ്പൊ അടുത്ത പാട്ട് നോക്കാം. അടുത്ത പാട്ട് ദേവീ ക്ഷേത്ര നടയിൽ ദീപാരാധനാ വേളയിൽ. ദേവീ ക്ഷേത്ര നടയിൽ ദീപാരാധനാ വേളയിൽ. ദേവീ ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ, ദീപസ്തംഭം തെളിയിച്ചു നിൽക്കും ദേവികേ നീയൊരു കവിത, ത്രിസന്ധ്യ എഴുതിയ കവിത. ആലിലത്തൊട്ടിലൊരായിരം പൂമായി ആരാധനയ്ക്കായി വന്നവളെ, അതിലൊരു തുളസി കതിർ നിന്റെ മുടിയിൽ അറിയാതെ ഞാനൊന്നണിക്കട്ടെ. ദേവീ ക്ഷേത്ര നടയിൽ ദീപാരാധന വേളയിൽ. വളരെ മനോഹരമായ പാട്ടാണ്, എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്, അതുകൊണ്ട് ഞാൻ ചാടിക്കയറി പാടിയത് കേട്ടോ. സോറി. അടുത്ത ബാലചന്ദ്ര മേനോന്റെ പാട്ടാണ്. കൺമണി പൊന്മണിയെ.
കാർത്തിക പൊൻകണിയെ താരോ തളിരോ തളിരോ കണ്ണിക്കണിയേ കണ്ണൻ കുളിരെ മുത്തേ മലരെ മധുര തേനൂട്ടാം പാലു തരാം ഞാൻ പിങ്കു തരാം ഞാൻ പൊന്നിൻ കൂട റേഞ്ച് ഉള്ളിടത്ത് നിൽക്കണേ റിമാവതി മാഡം, റേഞ്ച് ഉള്ളിടത്ത് നിൽക്കൂ. റേഞ്ച് ബ്രേക്ക് ആവുന്നുണ്ട്. ഓക്കെ, വേറെ ആരെങ്കിലും പാടുന്നുണ്ടോ? ശരീരം രമാവതി മാഡം റേഞ്ച് ഉള്ളിടത്ത് നിൽക്കണം, റേഞ്ച് കട്ടാവുന്നുണ്ട് കേട്ടോ. യാത്രയില്ല, അതുകൊണ്ടാ. കുഴപ്പമില്ല. അടുത്ത പാട്ട് ഓക്കെ. ഇളം മഞ്ഞിൻ കുളിരുമായൊരു കുയിൽ. ജോർജ് സാറേ നോക്കൂ. ആദ്യമായിട്ട് കേൾക്കുക, കാണുക, പിന്നെ എങ്ങനെയാ പാടുന്നതിന്റെ ഈണം പോലും അറിയില്ല. ഇളം മഞ്ഞൻ കുളിരുമായൊരു കുയിൽ ഇടം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം മുരളിയിൽ പുളകമേള തൻ രാഗം ഭാവം താളം രാഗം ഭാവം താളം ഇളം മഞ്ഞൻ കുളിരുമായൊരു കുയിൽ ഇളം നെഞ്ചിൽ കൂടുകൂട്ടുന്ന സുഖം മുരളിയിൽ പുളകമേള തൻ രാഗം. ഓക്കെ, അടുത്തത് ആരും പാട്ടുകാരൊന്നുമില്ലെന്ന് തോന്നുന്നു അല്ലേ? ഈറൻ മേഘം പൂവും കൊണ്ടേ പൂജയ്ക്കായി ക്ഷേത്രത്തിൽ സോപാനം പാടുമ്പോൾ പൂക്കാരി നിന്നെ കണ്ടു ഞാൻ മഴ കാത്തു കഴിയുന്ന മനസ്സിന്റെ വേഴാമ്പൽ ഒരു മാരി മുകിലിനെ പ്രണയിച്ചു പോയി പൂവമ്പനമ്പലത്തിൽ പൂജയ്ക്കു പോകുമ്പോൾ പൊന്നും മിന്നും നിന്നെ നീക്കും ഞാൻ. അത്ര അറിയുന്നുള്ള സാർ. ഓക്കെ, താങ്ക് യു. പിന്നെ മൗനം പോലും മധുരം, മൗനം പോലും മധുരം, മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ, മൗനം പോലും മധുരം ഈ മധുനിലാവിൻ നിഴൽ, മനസ്സിൽ മാധവം മിഴിയിൽ പൂക്കവേ, മനസ്സിൽ മാധവം മിഴിയിൽ പൂക്കവേ, രോമാഞ്ചം മൂടവേ, നിന്റെ മൗനം പോലും മധുരം ഈ മധുനിലാവിൻ മഴയിൽ. ഓക്കെ, ലാസ്റ്റ് പാട്ട് സാറേ. മേലെ മാനം പാടുവോ, അറിയാമോ ജോസഫ് സാർ? എനിക്കറിയില്ല സർ. ഇതോ മാനസലോല മരതക വർണ്ണ. അത് ഷേർലി മാഡത്തിന് അറിയാമല്ലോ. നീ എവിടെ മായ കണ്ണ കനകാങ്കുയാമന്റെ ഹൃദയപുടങ്ങളിൽ
പുളകങ്ങൾ പെയ്യുവാൻ നീ എവിടെ മാനസലോല മത വന്ന നീ എവിടെ എൻ മായ കണ്ണ എന്മയിൽ മദനൻ കുളിർ കുളിർ കോരുന്നുവോ കിന്നാരം പറയാൻ വരൂ വരൂ വൈകാതെ നീ കണ്ണാ നീ മോമൽ തലവിൽ തഴുകാം കണ്ണാ നിൻ പൊന്നോമൽ തലവിൽ തഴുകാം അത്രയും അറിയുന്നുള്ളൂ സാറേ. ഓക്കെ താങ്ക് യു. ജോസഫ് സാർ ഇത് പറ്റുമോ? ദൂരെ കിഴക്കുതിക്കും. അല്ല, മറ്റുള്ളവർ പാടട്ടെ സാറേ, അത് നമ്മൾ തന്നെ അത് വേറെ ആരുമില്ല സാറേ, പാടുന്ന ആരുമില്ല സാർ. ഇല്ല. പാടി ക്ലോസ് ചെയ്യും. നിർബന്ധിച്ച് പഠിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ദൂരെ കിഴക്കിൽ പിന്നെ ഉള്ളത് സ്വാമിനാഥൻ. അത് വേണ്ട, ദൂരെ കിഴക്ക് ഇതാണോ? അത് മതി. ചെമ്പഴുക്ക മറ്റത് തിരിച്ചിടും. ഞാനിങ്ങെടുത്തു വെച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ ദൂരെ കിഴക്കുതിക്കിൻ ആ മാണിക്ക ചെമ്പഴുക്ക ഞാനിന്ന് എടുത്തു വെച്ചേ എന്റെ വെറ്റിലത്താമ്പാളത്തിൽ നല്ല തളിർ വെറ്റില നുള്ളിൽ വെള്ളം തളിച്ചു വെച്ചേ വെക്കമ്പുകല നന്നായി ഞാൻ വെട്ടിത്തരിഞ്ഞു വെച്ചേ ഇനി നീ എന്നെന്റെ അരികിൽ വരും കിളിപാടും കുളിരാവിൽ ഞാൻ അരികിൽ വരാം പറയൂ മൃദുലേ എന്തു പകരം തരും നല്ല തത്ത കിളിച്ചുണ്ടൻ വെറ്റില നൂർന്നു തേച്ചു തരാം. കളഞ്ഞോ? പാട്ട് ഇഷ്ടപ്പെട്ടോണ്ട് സാർ അത് നിർത്തിക്കളഞ്ഞു. ഓക്കെ, താങ്ക് യു. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം സാറേ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി രണ്ടുപേരുടെ അല്ലെ, കണ്ണൂർ രാജനും KPSC സുലോചനയും അവരുടെ പാട്ടുകൾ, പ്രത്യേകിച്ച് ആ ചിത്രത്തിലെ പാട്ടുകളൊക്കെ എന്ത് രസമാ അല്ലെ. പാടം പൂത്ത കാലം സാറേ, പാടം പൂത്ത കാലം പാടാൻ വന്നു നീയം പാടം പൂത്ത കാലം പാടാൻ വന്നു നീയം പൊന്നാറ്റിനപ്പുറത്തു നിന്നും പൊന്നാരം ചൊല്ലി നീ വന്നോ. നല്ല രസമുള്ള പാട്ട്. ചിത്രത്തിലെ എല്ലാ പാട്ടുകളും മനോഹരമായ പാട്ടുകളാ. ആ പാട്ടുകൾ കണ്ണൂർ രാജനാണ് ചിട്ടപ്പെടുത്തിയെന്ന് എനിക്ക് ഇന്ന് ജോസഫ് സാർ ഇത് ഇട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മളെ തിരിച്ചറിയപ്പെടാത്ത പ്രതിഭകൾ എത്രയാണ് അല്ലേ? പക്ഷെ ഇദ്ദേഹത്തിന്റെ സുലോചനയുടെ പാട്ടുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ പാട്ടുകൾ വേറെ ആളുടെ പേരിലും പ്രചരിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് എത്രമാത്രം എന്താണ് അതന്നെ സാർ അങ്ങനെ പറഞ്ഞത്, വേറെ ആളുടെ പേര് വേദനിപ്പിക്കുന്ന അനുഭവമാണ്. ഈ ഇദ്ദേഹം വേറെ ആളുടെ പേരെന്ന് വെച്ചാൽ എന്താണ്? വേറെ സംഗീത സംവിധായകരുടെ, പ്രശസ്തരായ സംഗീത സംവിധായകരുടെ പേരിനോടൊപ്പം ഇദ്ദേഹം സംവിധാനം ചെയ്ത പാട്ടുകൾ പ്രചരിച്ചു എന്നുള്ളതാണ്. ഓ ശരി. അപ്പൊ ഈ ചിത്രത്തിന്റെയൊക്കെ അങ്ങനെയാണോ? അല്ലല്ല, അങ്ങനെയൊന്നുമല്ല. അല്ലാതെ അതിനു മുമ്പ്, കാരണം അദ്ദേഹത്തിന് അത്രമാത്രം അർഹിക്കുന്ന ലെവലിലേക്ക് വളരാൻ പറ്റാഞ്ഞതിന്റെ ഒരു കാരണം അതാണ്. അപ്പൊ തുടക്കത്തിലൊക്കെ അങ്ങനെ പലരും ചെയ്യും. അപ്പോ സിനിമാക്കാരൊക്കെ നിർബന്ധിക്കും, നീ പാട്ടിഞ്ഞ് തന്നേര്, പക്ഷെ ഞാനിത് പ്രസിദ്ധീകരിക്കുന്നത് വേറൊരാളുടെ പേരിലായിരിക്കും, എന്നാലേ സിനിമയ്ക്ക് പേര് കിട്ടുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇനി അങ്ങനെ ചില പാട്ടുകൾ അതില് തുഷാര ബന്ധുക്കളെയൊക്കെ പെടുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ശരി, ഓക്കെ സാർ. വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള മൂവി അതുപോലെ ഏകദേശം. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട സിനിമ അതുപോലെ തന്നെയാണ്. എന്നാ വർഷങ്ങൾക്ക് ശേഷം അല്ലേ? അതല്ലേ? ഞാൻ ആ സിനിമയുടെ പേര് ഞാൻ നേരത്തെ വിനീതിന്റെ ശ്യാം ശ്രീനിവാസനും ഒക്കെ അഭിനയിക്കുന്ന സിനിമ. നല്ല സിനിമ, കണ്ടിരിക്കാം. കാരണം ഒരു ഡ്രാമയുടെ, ഒരു നാടകീയ